ന്യൂസ് ടൈംസ് മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് താമരശ്ശേരി ഫ്രഷ് കട്ട് അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് വിഷയത്തിൽ വീണ്ടും പ്രതിഷേധം. പ്ലാന്റിലേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടില്ല എന്ന നിലപാടിൽ ആണ് സമരസമിതി. PK ഫിറോസും സമരക്കാർക്ക് പിന്തുണയുമായി എത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ആണ് ഉള്ളത്. അനീഷ്, നേരത്തെ ഇതിന്റെ പ്രവർത്തനം റദ്ദാക്കിയിരുന്നു, പക്ഷേ കോടതി അത് സ്റ്റേ ചെയ്ത ഒരു പശ്ചാത്തലമാണല്ലോ ഉള്ളത്. ഇപ്പോൾ പ്രതിഷേധം ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? അഭിലാഷ്, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഈ നിരന്തരമായ നാട്ടുകാരുടെ അഭിപ്രായം മാനിച്ച് ഈ കമ്പനി അടച്ചുപൂട്ടുന്നതിനുള്ള ഒരു ഉത്തരവ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇറക്കിയത്. അത് പ്രത്യേകിച്ചും ഈ മഴക്കാലമായതോടുകൂടി പുഴയിലേക്കും മറ്റും വലിയ തോതിൽ കമ്പനിക്കുള്ളിൽ നിന്നും മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു എന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് വിലയിരുത്തിയ ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നാൽ ആ ഉത്തരവിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് ഉണ്ടായത്. ഹൈക്കോടതി ആ ഉത്തരവ് സ്റ്റേ ചെയ്യുകയും സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ ഉള്ള അനുമതി നൽകുകയും ചെയ്തു. ഇതിനുശേഷം പിന്നീട് ജില്ലാ കളക്ടർ ഒപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥരും ചേർന്നൊരു പരിശോധന നടത്തിയ ശേഷം റിപ്പോർട്ട് നൽകണം. ആ റിപ്പോർട്ട് പരിഗണിച്ചാവും ഇനി അനുബന്ധ കാര്യങ്ങൾ ഉണ്ടാവുക. എന്തായാലും വലിയ ഒരു ആവേശം ഈ സമരക്കാർക്കും ഒപ്പം പ്രാദേശികമായ ജനപ്രതിനിധികൾക്കുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇതിപ്പോൾ ഉത്തരവിന് കേവലം മണിക്കൂറുകളുടെ ഒരു ആയുസ് മാത്രമാണ് ഉണ്ടായത്. ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായൊരു തീരുമാനം ലഭിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നേരത്തെയും ഈ കോടതിയുടെ പിൻബലത്തിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതെ 13-ാം തീയതി കോടതി കേസ് വെച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്ന വയലേഷൻ മുഴുവൻ ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും. ഇവിടെ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഇതിന് കൂട്ടിട്ടത്. അതിനുശേഷം കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു അഫിഡവിറ്റിന്റെ പ്രകാരമാണ് ഇന്നലെ അവർക്ക് സ്റ്റേ കിട്ടിയത്. ചില ഉദ്യോഗസ്ഥരെ, ഭരണം മാറിയതൊന്നും അറിയാത്ത ചില ഉദ്യോഗസ്ഥരെ, ഇവർക്ക് കൂട്ടുനിന്ന ചില ഉദ്യോഗസ്ഥരെ ഹൈക്കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇവിടുന്ന് കൊടുത്തത്. അത് ഞങ്ങൾ പരിശോധിക്കും. ഞങ്ങൾ കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്, ജനകീയ സമരസമിതി കക്ഷി ചേർന്നിട്ടുണ്ട്. 13-ാം തീയതി കേസെടുക്കും. ഇപ്പം ഞാൻ വക്കീലായിട്ട് സംസാരിച്ചതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുള്ളി വേസ്റ്റ് പോലെ ഇവിടെ കൊണ്ടുവന്ന് അവർ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതല്ല. ഞങ്ങൾ ആരും ഒരു അക്രമ സമരത്തിനൊന്നല്ല, ജനാധിപത്യ രീതിയിലുള്ള വിവേകപരമായ സമരത്തിനാണ്. ഞങ്ങളുടെ പ്രതിഷേധം ഉന്നതങ്ങളിൽ എത്താൻ വേണ്ടിയുള്ള സമരമാണിത്. ഞങ്ങളുടെ ഒരു വണ്ടി തടയാനൊന്നും ഞങ്ങൾ പോകുന്നില്ല. പക്ഷേ അവരെ വണ്ടി ഇവിടേക്ക് വരാതിരിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ അധികാരികൾക്കാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ തടയൂല. ഒക്ടോബർ 21 ഉണ്ടായിരുന്ന ഇൻസിഡന്റ് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അത് ഏതൊക്കെ രീതിയിലാണ് വന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിനൊക്കെ ഇപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അന്നുണ്ടായ ഇഷ്യൂസ് ആരുടെ ഭാഗത്തു നിന്നാണ് ഇവിടുത്തെ നല്ല രീതിയിൽ വൈകുന്നേരം 3 മണി വരെ നടന്ന സമരം, നല്ല രീതിയിൽ നടന്ന സമരം, പോലീസുമായി സഹകരിച്ചുകൊണ്ടുണ്ടായ സമരം, ആ സമരത്തിൽ ആരാണ് വിള്ളലുണ്ടാക്കിയെന്നുള്ളത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ സമരം ഇന്ന് തുടങ്ങുന്ന ബഹുമാനപ്പെട്ട MLA PK ഫിറോസിന്റെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ തിരുവമ്പാടി MLA CK കാസിം ഇവിടെ എത്തും. അതുപോലെ മറ്റുള്ള MLA-മാരൊക്കെ വൈകുന്നേരത്തോടുകൂടി ഈ സമരപന്തലിലേക്ക് എത്തും. ഞങ്ങൾ വൈതടികളൊന്നും അല്ല ഞങ്ങളെ സമരം. പ്രതിഷേധം ഉന്നതങ്ങളിൽ എത്തിക്കണം. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ജില്ലാ ഭരണകൂടവും ഇവിടെ വന്ന് പരിശോധിക്കണം. ഒരു എഫേർട്ടായ ഒരു എഞ്ചിനീയർ വന്ന് പരിശോധിക്കണം. ആ പരിശോധനയിൽ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ തടിച്ചുകൂടിയത്. MLA-യുടെ നേതൃത്വത്തിലുള്ള ഈ സമരത്തിന് ആഹ്വാനം ചെയ്തത് തികച്ചും സമാധാനപരമായി, വിവേകപൂർണ്ണം, പോലീസ് അധികാരികളും ഒക്കെ സംസാരിച്ചുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ സമരമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ആഹ്വാനം ചെയ്തത്. ഈ നേരത്തെയും പലപ്പോഴും ഈ കോടതി ഉത്തരവുകളുടെ പിൻബലത്തിലാണ് സ്ഥാപനം. കോടതിയെ സംബന്ധിച്ച് മുന്നിലെത്തുന്ന പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ കോടതി പറയാൻ കഴിയും. ബാബു ചെയർമാൻ പറഞ്ഞ പോലെ കോടതിയിലെത്തുന്ന പേപ്പറുകൾ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ കമ്പനിയെ കൂട്ടിച്ചേർന്ന് കള്ള റിപ്പോർട്ടുകളാണ് ഈ കാലം അത്രയും കോടതി മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. കോടതിയിൽ ജഡ്ജി വന്ന നേരിട്ട് അവിടെ കാണുന്നില്ല. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരാഴ്ച മുൻപ് ഈ കമ്പനിയിലുണ്ടായ പ്രളയസമാനമായ സംഗതി ഈ 6-8 കമ്പനിക്കുള്ളിലൂടെ വെള്ളം ഒലിച്ചിറങ്ങി മുഴുവൻ മാലിന്യവും പുഴയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ചെയർമാനും ബന്ധപ്പെട്ട സമരസമിതിയിലെ ആളുകളൊക്കെ തന്നെ കാട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിനെ വിളിച്ച് നിങ്ങൾ വരണം എന്ന് പറഞ്ഞിട്ട് പുള്ളി വന്നിട്ടില്ല. പുള്ളി മനഃപൂർവ്വം വരാതിരുന്നാണ്. പുള്ളി ഒരു സീരിയസ് ആയിട്ട് എടുത്തെങ്കിൽ വരേണ്ടതാണ്, വരാതിരുന്നത്. പക്ഷെ അന്ന് ഇവരെടുത്ത വീഡിയോ സമരസമിതിയുടെ കയ്യിലുണ്ട് തെളിവായിട്ട് കൊടുക്കാൻ. അതൊന്നും കോടതിയിൽ എത്തിയിട്ടില്ല. കോടതി ഇന്നലെ കണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. കോടതിന്റെ പിൻബലം എന്ന് വെച്ചാൽ കോടതിന് മുന്നിലെത്തുന്ന പേപ്പർ, ഈ പേപ്പർ കൊടുക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിലും കഴിഞ്ഞ ഭരണകർത്താക്കളെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൊടുത്ത കള്ള റിപ്പോർട്ടിന്റെ പേരിലാണ്. മെയിൻ വയലേഷൻ ഈ ബിൽഡിംഗ് പെർമിഷൻ തന്നെയാണ്. ഈ സ്ഥാപനം നിലനിൽക്കുന്നത് 100% റെഡ് കാറ്റഗറിയിൽപ്പെട്ട സ്ഥാപനമാണ്. 100 മീറ്റർ മിൻമാറ്റി ബിൽഡിംഗ് ഉണ്ടാക്കാൻ തന്നെ പാടുള്ളൂ.
നിയമം രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുന്നുള്ളതും നടന്നതുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കൊച്ചിയിലെ കുണ്ടന്നൂർ 2 ഫ്ളാറ്റ് പൊളിച്ചത് സിയാസത്ത് നിയമപ്രകാരം 100 മീറ്റർ വിട്ടുകൊണ്ട് നിർമ്മിക്കുന്ന ബിൽഡിംഗ് അത് നിർമ്മിച്ച സമയത്ത് മരട് ഗ്രാമപഞ്ചായത്ത് ഇതേപോലെ നെക്സസ് നടത്തി, പൊളിറ്റിക്കൽ നെക്സസ് നടത്തി അനുമതി കൊടുത്ത് സുപ്രീം കോടതി അത് പൊളിക്കാനുള്ള അനുമതി കൊടുത്തു, പൊളിച്ചു മാറ്റി. അതിനെക്കാട്ടി ഭീകരമാണ് 4000-ഓളം കുടുംബങ്ങൾ, 4000-ഓളം ജനങ്ങളല്ല, 4000-ഓളം കുടുംബങ്ങൾ ഈ 2 മണ്ഡലത്തിലെ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലും തിരുമാടി നിയോജകമണ്ഡലത്തിലും മണ്ഡലങ്ങൾ ബുദ്ധിമുട്ട് പ്രശ്നിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് സമാധാനപരമായ സമരം 6 വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ സമരം രാവിലെ മുതൽ പോലീസ് ആക്ഷൻ ശ്രമിക്കുകയും എന്നിട്ടും ജനങ്ങൾ സമാധാനമായി നിൽക്കുകയും 3 മണിക്ക് സമരം വഴിതിരിച്ചിട്ട് ഏത് കോലത്തിലാണെന്നും അത് ഏതെല്ലാം തരത്തിൽ വന്നതും അന്ന് നിങ്ങളെ കുറ്റം പറയല്ല, മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അന്ന് രാവിലെ എൻ്റെ അടുത്ത് ഇപ്പോഴുണ്ട് വീഡിയോ, രാവിലെ ഉണ്ടായ സമയത്ത് അന്ന് നടന്ന സംഭവം ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. രാവിലെ ഒരുപാട് മീഡിയ വിളിച്ചുങ്ങൾ വരാൻ ആരും വന്നില്ല. ഇൻസിഡന്റിന് ശേഷം സമരസമിതിക്കെതിരായിട്ടുള്ള ന്യൂസ് മാത്രമാണ് വന്നത്. ഇതിന്റെ സത്യാവസ്ഥയും ജനങ്ങളെ ബുദ്ധിമുട്ടും പൊതുസമൂഹത്തിന് മുന്നിൽ വന്നിട്ടില്ല ഇതുവരെ. ഈ ദയവ് ചെയ്ത് മെയിൻ മീഡിയയും പൊതുജനങ്ങളും ഈ സാധാരണപ്പെട്ട 4000-ഓളം കുടുംബങ്ങളുടെ വേദന കേൾക്കണം എന്ന് മാത്രമേ. ഇത്തരത്തിലുള്ള കമ്പനികൾ വേണം, വേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. രാജ്യത്ത് കമ്പനികൾ വേണം, മാലിന്യനിർമ്മാണം നടക്കണം. പക്ഷേ ഇത്രയും കുടുംബങ്ങളെ ദ്രോഹിച്ചിട്ടാവരുത്. സമാധാനപര സമരമാണ് ചെയർമാൻ പറഞ്ഞ പോലെ നടക്കാൻ പോണത്. അതിൽ നിങ്ങൾ എല്ലാവരും പിന്തുണ ഞങ്ങൾക്ക് വേണം. എന്തായാലും അഭിലാഷ്, ഇന്ന് വലിയ തോതിൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സ്ത്രീകളടക്കമുള്ള സമരക്കാരുണ്ട്. അവർ ഒരു പ്രതീക്ഷയുടെ ഒരു തുരുത്തിലായിരുന്നു. കാരണം ഈ സമരം വിജയിച്ചു എന്നുള്ള ഒരു തോന്നൽ, അല്ലെങ്കിൽ അടച്ചു പൂട്ടപ്പെട്ടു എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇത് പൂട്ടിക്കഴിഞ്ഞു, പക്ഷെ വീണ്ടും ഇപ്പോൾ ഞങ്ങൾ ഇതൊക്കെയായിട്ട് ഇത് പൂട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും വേണ്ടി 2, 3, 4 കൊല്ലത്തോളം ഞങ്ങൾ ഇതിന് നടക്കുന്നത്. ഇനി നടക്കാനാവില്ല. ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങണം, പുഴയിൽ കുളിക്കാൻ ഇറങ്ങാനില്ല. വീട്ടിൽ നിന്ന് കൂട്ടുന്നത് വരെ ഞങ്ങൾ ഒന്നിനും വന്നാലില്ല, ബുദ്ധിമുട്ടിനൊന്നും വന്നാലില്ല, ഒന്നും ചെയ്യാനൊന്നും ഞങ്ങൾ വന്നാലേ. ഞങ്ങൾ ഇത് സമരം ചെയ്യാതെ മാത്രം, അത് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചു. കച്ചർക്കും വന്നതല്ല, ഒരു ബുദ്ധിമുട്ടിനും വന്നതല്ല. ഞങ്ങൾക്ക് ഇത് പൂട്ടിക്കിടണം, പൂട്ടുന്ന വരെ ഉണ്ടാവും. ഞങ്ങൾ ഒരു കച്ചർക്കല്ല, ബുദ്ധിമുട്ടിനല്ല, ഒരാളെ ശല്യപ്പെടുത്താനല്ല, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഞങ്ങൾ വെള്ളമില്ല, മറ്റു ഞങ്ങൾ വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യും സ്ഥലമാണ് ഞങ്ങൾ പോയ എന്താ ആക്കിയിട്ട് നിങ്ങൾ വന്നു നോക്കി. അപ്പോൾ ഞങ്ങൾ പൂട്ടിന് വരെ സമരം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുക, നിങ്ങൾക്ക് അറിയാലോ. ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടുകൊണ്ട് വന്ന് നിൽക്കുക, ഇത്രയും കഷ്ടപ്പാട് കൊണ്ട്, ഇത്രയും കഷ്ടപ്പാട്. നിങ്ങളൊന്ന് പ്രതീക്ഷിച്ചു അല്ലെ ഇത് പൂട്ടിയെന്ന് തിരിച്ചുവര്? ഞങ്ങൾ നല്ല സന്തോഷത്തിലും സമാധാനത്തിലും ആയിരുന്നു. പക്ഷെ അതിന് കൂടുതൽ ആയുസ് ഉണ്ടായില്ല. ഞങ്ങളുടെ സന്തോഷത്തിന് 24 മണിക്കൂർ തികയുന്നതിന്റെ മുന്നേ ഓല ആ ഓർഡർ പിൻവലിച്ച് വല്ലാതെ മനസ്സിനെ വല്ലാതെ വേദനിച്ച ഒരു കാര്യമാണ്. ഇത്രയും ജനങ്ങൾ ഒരു പ്രയാസവും ഇല്ലാതെ ഇവിടെ വന്ന് നിൽക്കൂലല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത് പൂട്ടുന്നവരെ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു പോകുന്നതാ. സമരം പിൻവലിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് പൂട്ടുന്നത് വരെ. അഭിലാഷ്, ഇതാണ് ഇവരുടെ ഒരു വികാരം. കാരണം ഇവര് ഈ പൂട്ടിയ ഉത്തരവ് ഇറങ്ങിയപ്പോൾ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇനി ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷ ഇവരുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ഇവർ ആഹ്ലാദ പ്രകടനം പോലും നടത്തിയതാണ്. പക്ഷേ അതിനധികം ആയുസ്സുണ്ടായില്ല. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ നിന്നും കമ്പനി ഉടമകൾക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നെന്തായാലും ഈ മാലിന്യം വഹിച്ച വണ്ടികൾ ഇവിടേക്ക് വന്നിട്ടില്ല. ആ വണ്ടി പോകുന്ന വഴിയിൽ തന്നെയാണ് പന്തലിട്ട് ഈ മഴക്കാലത്ത് ഇവർ ആ പ്രക്ഷോഭം നടത്തുന്നത്. അല്പസമയത്തിനുള്ളിൽ PK ഫിറോസ് MLA കൂടി ഇവിടെത്തും. താൻ ഇവിടെ ഇരിക്കാൻ. ഈ വാഹനങ്ങൾ വന്നാൽ നമുക്കറിയാമല്ലോ, അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടന്ന സാഹചര്യമുണ്ട്. പോലീസ് നടപടിയിലേക്കടക്കം പോയ പശ്ചാത്തലമുണ്ട്. അതിനുശേഷമായിരുന്നു സർക്കാർ മാറി വന്നപ്പോൾ ഇതിൽ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള ഉത്തരവിറങ്ങിയത്. അതിന് സ്റ്റേ എന്നത് സാങ്കേതികമായ ഒന്നാകാം. പിന്നീട് ഒരു പക്ഷേ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സർക്കാർ നിലപാടിന് കൂടുതൽ പരിഗണന ലഭിച്ചേക്കാം കോടതിയിലടക്കം. അതെന്തുമാകട്ടെ, ഇന്നിപ്പോൾ വാഹനങ്ങൾ വന്നാൽ അത് തടയും. ഇന്ന് എന്നല്ല, ഇനിയിപ്പോൾ വാഹനങ്ങൾ അടുത്ത ദിവസങ്ങളിലുമൊക്കെ വന്നാലും തടയുമെന്ന അതേ നിലപാടിൽ തന്നെയാണോ സമരക്കാർ? തീർച്ചയായും വാഹനങ്ങൾ തടയും. ഈ വഴിയിലൂടെയാണ് വാഹനങ്ങൾ പോകേണ്ടത്. പക്ഷേ ഔദ്യോഗികമായി തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇത്രയധികം ആളുകൾ സംഘടിച്ചിവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ വരാൻ ഇപ്പോൾ സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. ഒപ്പം ഈ കളക്ടർ ഇന്ന് ഇവിടെ സന്ദർശിക്കുമെന്നാണ് നമുക്ക് നേരത്തെ വിവരങ്ങൾ ലഭിച്ചത്. പക്ഷേ വരുന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനം ആയിട്ടില്ല എന്നാണ് നമുക്ക് കളക്ടറെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കിയത്. 13-നുള്ളിലാണ് ഈ സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ ഇനി നൽകേണ്ടത്. അതിനു മുമ്പ് ഒരു സമയത്ത് ഒരു വിദഗ്ധനായ എഞ്ചിനീയർ അടക്കം സാന്നിധ്യത്തിലുള്ള
പരിശോധനകൾ കളക്ടർ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഈ ഭാഗത്തൂടെ ഇന്നിപ്പോൾ വാഹനങ്ങൾ വന്നിട്ടില്ല. ഈ വഴിയാണ്, ഇവിടെ നിന്ന് 100-200 മീറ്റർ പോയാൽ ആ കമ്പനിയിലേക്ക് എത്താൻ കഴിയും. ആ വാഹനങ്ങൾ ഇന്നതിലൂടെ കടന്നു പോകാൻ ദുഷ്കരമാണ്. പക്ഷേ നിലവിൽ ഈ രാവിലെ മുതൽ ഇവിടെ ഈ നാട്ടുകാർ സംഘടിച്ച ശേഷം വാഹനങ്ങൾ കടന്നു പോയിട്ടില്ല. അല്പസമയത്തിനകം PK ഫിറോസ് MLA കൂടി എത്തും. അദ്ദേഹം ഈ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് വരികയാണ്. മറുവശത്ത് കളക്ടർ അടക്കമുള്ളവർ സന്ദർശനങ്ങൾ വരാനിരിക്കുന്നു. ആ സന്ദർശനങ്ങളും ഏത് തരത്തിലാവും, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് ഏത് തരത്തിലാവും എന്നടക്കമുള്ള ആശങ്കകളൊക്കെ ഒരു പക്ഷേ ജനങ്ങൾക്ക്, ഈ നാട്ടുകാർക്കൊക്കെ കാണും. എന്തായാലും ഇവരിപ്പോൾ വീണ്ടും ഒരു പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തന്നെ നീങ്ങുന്നു. കഴിഞ്ഞ ദിവസം ആഹ്ലാദ പ്രകടനത്തോടുകൂടി അവർ ഈ വിജയം ആഘോഷിച്ച ആളുകളാണ്. അവർ വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് തന്നെ തിരിയുന്ന സാഹചര്യം. തീർച്ചയായും സർക്കാരിനും ജനപ്രതിനിധികൾക്കുമൊക്കെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ആഹ്ലാദ പ്രകടനം ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പക്ഷേ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ മാലിന്യ വാഹനങ്ങൾ അവിടേക്ക് എത്തുന്നില്ല എന്നതാണ് പശ്ചാത്തലം. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇപ്പോൾ ഇവിടേക്ക് എത്തും എന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. നമുക്ക് അവിടെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുമോ, ആ ഘട്ടത്തിൽ തിരികെ എത്താം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.